ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും പ്രഭാതവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ അധ്യായം വായിച്ച് നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ട് അവനവന്റെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അനേകം കരുണ ലഭിക്കുകയും അവരുടെ കരുതൽ പ്രാപിക്കുകയും ചെയ്ത ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായത് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ട് ദൈവം വരെ 7 വർഷം ദണ്ഡിപ്പിക്കാൻ തീരുമാനിച്ചു. എങ്കിലും കരുണയുള്ള ദൈവം, ദയുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം അവർ ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഗിദെയോൻ എന്നൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. അവനോട് പറഞ്ഞു, നിനക്ക് എതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും നീ ഒരൊറ്റ മനുഷ്യനെ പോലെ കീഴ്പ്പെടുത്തുമെന്ന്. ദൈവം ഗിദെയോനോട് സംസാരിക്കുമ്പോൾ ഗിദെയോൻ ദൈവത്തോട് തിരിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം നമ്മളോട് വായിക്കുകയാണ്. ഗിദെയോൻ പറയുകയാണ്, ദൈവമേ, ഞാൻ ജനിച്ചത് ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ചെറിയൊരു കുലത്തിൽ നിന്നാണ്, എനിക്കിതിനൊന്നും ശക്തിയില്ല, ഞാൻ ഇതിന് പ്രാപ്തി ഉള്ളവനല്ല എന്ന് ഗിദെയോൻ പറയുമ്പോൾ ദൈവം പറയുക, ഞാനാണ് നിന്നെ ശക്തീകരിക്കുന്നത്, ഞാനാണ് നിന്നെ അയക്കുന്നത്, നിനക്ക് എതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും നീ ഒരൊറ്റ മനുഷ്യനെ പോലെ വീഴ്ത്തുമെന്ന് ദൈവം പറയുകയാണ്. ദൈവമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ശോധനകൾ ഇതുപോലെ വരുമ്പോൾ ഒന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ നിനക്ക് വരുന്ന ഈ ശത്രുക്കളുടെ അല്ലെങ്കിൽ നിനക്ക് വരേണ്ട നന്മ ശത്രു കവർന്നു പോകുമ്പോൾ അത് ഒരുപക്ഷെ നിന്റെ കുറവ് കൊണ്ട് ആണോ എന്ന് നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണെങ്കിൽ, നീ ദൈവത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, നിന്റെ കുലം നോക്കിയിട്ടല്ല, നിന്റെ പ്രാഗൽഭ്യം നോക്കിയിട്ടല്ല, നിന്റെ കുടുംബമഹിമ ഒന്നും നോക്കിയിട്ടല്ല, തനിക്ക് മനസ്സലിവ് തോന്നണം എന്ന് തോന്നുന്നവനോട് ദൈവത്തിന് മനസ്സലിവ് തോന്നുമെന്നുള്ള വചനത്തിൽ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതവേളയിൽ നീ നിന്നെ തന്നെ ശോധന ചെയ്യാൻ, ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു നിമിഷം നീ മാറ്റി വെക്കുമെങ്കിൽ ദൈവം ഒരുപക്ഷെ ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ ദിവസമാക്കി തീർക്കും. നിനക്കെതിരെ വരുന്ന അല്ലെങ്കിൽ നീ നേരിടുന്ന അനേകം ശത്രുക്കൾ ഉണ്ടായിരിക്കാം, ഒരു കൂട്ട ശത്രുക്കൾ അല്ലെങ്കിൽ ഒരു കൂട്ട പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെ ഒരൊറ്റ മനുഷ്യനെ പോലെ വീഴ്ത്തുവാൻ ശക്തി തരുന്ന ഒരു ദൈവത്തിനെ നമ്മളവിടെ വായിച്ചു മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഈ വചനങ്ങളാൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ വചനം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ തന്നെ സമർപ്പിക്കുക. ദൈവം ഇതിന് പുറത്ത് ഒരു അത്ഭുതം ചെയ്യും. വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കും. നിന്റെ എതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഒറ്റ മനുഷ്യനെ പോലെ വീഴ്ത്തുവാൻ ദൈവം നിനക്ക് ശക്തി തരും. വിശ്വസിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.